ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSE ഗൈഡ്. അപ്പോൾ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ വിജ്ഞാപനം നമുക്ക് ഡിസംബർ 31 വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് 2018 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് ഇതുവരെ നിയമനം കിട്ടിയിട്ടുണ്ട്, ഇനി എത്ര നാളത്തേക്ക് അതിൻ്റെ ആ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് 2018 ഡിസംബർ 29 ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ മുൻ വിജ്ഞാപനം PSC പ്രസിദ്ധീകരിച്ചത്. അതായത് ഇപ്പം 5 വർഷത്തിന് ശേഷമാണ് അടുത്തൊരു വിജ്ഞാപനം അവർ പുറപ്പെടുവിക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ 2018 നോട്ടിഫിക്കേഷൻ വന്നു. 2020 എക്സാം നടത്തിയത്. 2021 ഒക്ടോബർ 21 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിൻ്റെ കാലാവധി 2024 ഒക്ടോബർ 20 വരെയാണ്. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് 313 പേർക്കാണ് അവർ നിയമനം കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് നിയമനം മാത്രമേ ഇതുവരെ അവർ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിയമന നില ഓപ്പൺ മെറിറ്റിൽ നിന്നും 237 പേർക്കും, ഈഴവ 236, SC സപ്ലിമെൻ്ററിയിൽ നിന്ന് 16, ST സപ്ലിമെൻ്ററിയിൽ നിന്ന് 6, മുസ്ലിം 343, LCAI 361, OBC 228, വിശ്വകർമ്മ 234, SIUC നടാർ സപ്ലിമെൻ്ററി 1, ഹിന്ദു നടാർ 385, SC സപ്ലിമെൻ്ററി 3, ധീവര 260, ഭിന്നശേഷി LV 6, HI 90. ഇത്രയാണ് നിയമനം നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റാങ്കുകളൊക്കെ വന്നാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ, അല്ലെങ്കിൽ ചാൻസ് കുറവ് തന്നെയാണ്.